പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ എളിദാസനൊരവസരം കൂടെ തന്ന പൊന്നു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം, ദൈവീയ സമാധാനമുള്ളവരായിരിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ദൈവീയ സമാധാനമുള്ളവർ മാനുഷിക സാഹചര്യം എത്ര ക്ലേശം നിറഞ്ഞതാണെങ്കിലും തളർന്നു പോവുകയില്ല എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. യേശു തൻ്റെ വിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ് സമാധാനം. അത് ലോകം തരുന്നത് പോലെ ഉള്ള സമാധാനമല്ല. ലോകത്തിൻ്റെ സമാധാനം പുറമേയുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചുള്ളതാണ്. ലോകത്തിൻ്റെ സമാധാനം പ്രശ്നങ്ങളില്ലാത്ത, സങ്കടമില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ സമാധാനത്തോടെ ഇരിക്കുവാൻ അവർക്ക് കഴിയുള്ളൂ. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടം വന്നാൽ ലോകത്തിൻ്റെ സമാധാനം ഇല്ലാതാകുന്നതാണ്. എന്നാൽ ക്രിസ്തു തരുന്ന സമാധാനം ആത്മീയ സമാധാനമാണ്. പുറമേ പ്രതിസന്ധികൾ വന്നാലും ക്രിസ്തുവിൻ്റെ സമാധാനം ഉള്ളിൽ ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി പ്രതിസന്ധികളെ ജയിക്കുവാൻ കഴിയുന്നതാണ്. ഫിലിപ്പിയർ 4:7 പറയുന്നു, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ദൈവീയ സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നാൽ ആകുല ചിന്തകൾ മാറിപ്പോവും. സകല ബുദ്ധിയെയും കവിയുന്ന, നമ്മുടെ ബുദ്ധിയിൽ നോക്കിയാൽ കാണുന്നതിനും അപ്പുറമായി ദൈവീയ സമാധാനം നമ്മുടെ മനസ്സുകളെ ആകുല ചിന്തകളിൽ നിന്ന് സംരക്ഷിക്കും. പുറമേയുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചല്ല ദൈവീയ സമാധാനം ലഭിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും ജയിക്കാനുള്ള കരുത്ത്, ശക്തി തരുന്നതാണ് ദൈവീയ സമാധാനം എന്ന് പറയുന്നത്. റോമർ 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, ഏത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് യുദ്ധം കടന്നു വന്നാലും മാറിപ്പോകുന്ന സമാധാനമല്ല ദൈവീയ സമാധാനം എന്ന് പറയുന്നത്. സങ്കീർത്തനം 118:12 പറയുന്നു, തേനീച്ച പോലെ അവരെന്നെ ചുറ്റിവളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ലോകത്തിൻ്റെ പിശാചും അവൻ്റെ ഗ്രൂപ്പും ധാരാളമായി പീഡകൾ കൊണ്ടുവന്ന് ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോഴും ദൈവീയ സമാധാനം നമ്മളെ ധൈര്യപ്പെടുത്തി നിർത്തുന്നുവെന്ന് ഈ സമയം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവീയ സമാധാനം ദൈവജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി
പ്രത്യാശയോടെ പൂർണ്ണ ജയം പ്രാപിക്കുന്നതാണ്. കർത്താവ് തൻ്റെ മക്കൾക്ക് തരുന്ന സമാധാനം ലോകത്തെ ജയിക്കാനുള്ള സമാധാനമാണ്. ദൈവം തരുന്ന സമാധാനം നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ അറിവിനും അപ്പുറമാണെന്ന് മനസ്സിലാക്കുക. ആകുല ചിന്തകൾ സാത്താൻ്റെ ആയുധങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നാൽ ഉള്ളിലില്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വന്നാൽ സമാധാനം ഉണ്ടാകുകയില്ല. ദൈവമക്കൾ, നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, അത് സാത്താന് നമ്മൾ കീഴ്പ്പെടാതെ, സാത്താൻ്റെ സ്വഭാവത്തിലാകാതെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കണം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ 2 കൊരിന്ത്യർ 4:16 ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നുവെന്നാണ്. ഒരു വൃക്ഷത്തെ ആദ്യഘട്ടം മുതൽ ശരിയായി വളർത്താൻ ശ്രമിച്ചാൽ നല്ല ഫലമുണ്ടാകുന്ന വൃക്ഷമായി മാറുന്നത് പോലെ നമ്മുടെ ആത്മീയത്തിൻ്റെ തുടക്കം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പുറമേയുള്ള പഴയ സ്വഭാവം ക്ഷയിച്ചു പോവുകയും അകമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബലം പ്രാപിച്ച് എഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയരെ, ആത്മീയത്തിൻ്റെ തുടക്കം കഷ്ടതയും പ്രയാസവും വന്നാൽ ദൈവത്തിന് കൊള്ളാകുന്നവരായി പുറത്തു വരാൻ കഴിയുമെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ആത്മീയത്തിൻ്റെ തുടക്കം പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും മുന്നോട്ട് വരുന്നുവെങ്കിൽ നമ്മൾ കർത്താവിന് പ്രയോജനമുള്ളവരായി, കർത്താവിൻ്റെ സാക്ഷികളായി തീർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പഴയ പാപത്തിനും തിന്മയ്ക്കുമെതിരെ നമ്മൾ പോരാടി നിന്നെങ്കിൽ മാത്രമേ എതിർപ്പുകൾ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പഴയ സ്വഭാവത്തെ മാറ്റിക്കളയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോരാട്ടങ്ങളുണ്ടാവും. പഴയതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒരെതിർപ്പും ഈ ലോകത്തിൽ നിന്നുണ്ടാവുകയില്ലല്ലോ. പുറമേ ഉള്ളവൻ ക്ഷയിച്ച് അകമേയുള്ളവൻ ശക്തി പ്രാപിക്കുമ്പോൾ മുതലേ നന്മ അനുഭവിക്കുവാൻ കഴിയുള്ളൂ. അകമേയുള്ളവൻ ശക്തി പ്രാപിക്കുമ്പോഴാണ് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ആസ്വദിച്ച് ജീവിക്കുവാൻ കഴിയുന്നത്. ദൈവം പറഞ്ഞ നന്മകൾ സന്തോഷത്തോടെ അനുഭവിക്കുവാൻ കഴിയുന്നത് അകമയുള്ളവൻ ശക്തി പ്രാപിക്കുമ്പോൾ മാത്രമാണ്. അകമയുള്ളവൻ ശക്തി പ്രാപിക്കുമ്പോൾ ദീർഘായുസ്സ് കൊണ്ട് കർത്താവ് നമ്മളെ തൃപ്തിപ്പെടുത്തും. പുറമേയുള്ള പഴയ സ്വഭാവം ക്ഷയിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആരോടും കലഹവും പിണക്കവും തോന്നുകയില്ല. പ്രിയരെ, ദൈവീയ സമാധാനം ഉള്ളിൽ വരുമ്പോൾ സംതൃപ്തിയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി മാറും. അപ്പോൾ നന്മകളുടെ വഴി കർത്താവ് തുറന്നു തരുമല്ലോ. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് അകമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുമ്പോഴാണ് അടിമത്തം എന്ന ആ ദുഷ്ടശക്തി നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന പണം നശിച്ചു പോവാതെ നിക്ഷേപിക്കുവാൻ കഴിയുമല്ലോ. ദൈവീയ സമാധാനം
ഉള്ളിൽ വരുമ്പോൾ രോഗം മാറിപ്പോവും. നമ്മുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകും. അനുഗ്രഹത്തിൻ്റെ വാതിൽ അപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. നമുക്ക് വരുമാന മാർഗങ്ങൾ നിശ്ചയമായും കർത്താവ് തുറന്നു തരും. യോഹന്നാൻ 14:13 നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനും മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ആത്മീയ കണ്ണുകൾ തുറക്കണമെങ്കിൽ പഴയ സ്വഭാവം മാറണമെന്ന് ഈ സമയം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം പ്രിയരെ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ പ്രശ്നങ്ങളെ നോക്കി ഭാരപ്പെട്ട് ഇരിക്കാതെ കർത്താവിൻ്റെ മക്കളെന്ന അധികാരത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവ് നമുക്ക് നന്മകൾ നിശ്ചയമായും തുറന്നു തരും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം മുഴുവനും സന്തോഷത്തോടെ ജീവിച്ച് പ്രത്യാശയോടെ മരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. ശാപം മാറിയാൽ ഇനി ദാരിദ്ര്യത്തിൽ കിടക്കാൻ ആഗ്രഹിക്കരുത്. നന്മ അനുഭവിക്കുവാൻ, കൃപ അധികമായി തരാൻ യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് വഴി തുറന്നാൽ ഒരു വിശ്വാസി പ്രതീക്ഷിക്കുന്നത് സന്തോഷത്തോടെ അവൻ അനുഭവിക്കുവാൻ, നന്മ അനുഭവിക്കുവാൻ കഴിയുമല്ലോ. കർത്താവ് വഴി തുറന്നാൽ മനുഷ്യൻ്റെ പ്രതീക്ഷകളിൽ എത്തുവാനും ഈ ഭൂമിയിൽ സന്തോഷത്തോടെ നന്മ അനുഭവിക്കുവാനും കഴിയും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രം നമ്മൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രം നമ്മിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, അത്രമാത്രം അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്തോറും പാപത്തിൽ നിന്ന് കൂടുതൽ അകലാൻ ശ്രമിക്കും. യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് പാപത്തിൽ നിന്ന് അകലുവാൻ കഴിയുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദുരുപദേശങ്ങളിൽ വീഴാതെ മുന്നോട്ട് പോകുവാൻ നമ്മൾ ആഗ്രഹിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൽ കൂടുതലും ദുരുപദേശത്തിൽ കൂടിയാണ് ലോകത്തിൻ്റെ പിശാച് നമ്മളെ തകർക്കുന്നത്. കൂടുതൽ പ്രസംഗകരും സ്വന്തം പേരിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കർത്താവിനെ ഒരു കച്ചവടമാക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സ്വന്തം നിലനിൽപ്പിനും പേരിനും വേണ്ടി അനുഗ്രഹം ഒരു വിശ്വാസിയുടെ അവകാശമാണെങ്കിലും ആദ്യം നമുക്ക് ലഭിക്കേണ്ടത് ദൈവിക പരിജ്ഞാനമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ് നമുക്കാദ്യം ക്രിസ്തീയ ജീവിതത്തിൽ ലഭിക്കേണ്ടത്. ഒരാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിന്മയുടെ സ്വഭാവം നമ്മിൽ നിന്നും മാറണം. പാപസ്വഭാവം മാറുമ്പോഴാണ് നമുക്ക് നന്മ അനുഭവിക്കുവാൻ കഴിയുന്നത്. അതിന് പ്രാപ്തനാകുന്നത് വരെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ്റെ ഉപദേശത്തിൽ വളരുന്നത് നല്ലതാണ്. ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ പ്രാപ്തരാകുന്നത് വരെയും സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ്റെ ഉപദേശം കേട്ട് വളരുന്നത് വളരെ നല്ലതാണെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. എന്നാൽ ഉപദേശകന്മാർ ഈ സമയം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആരെ വിശ്വസിക്കണമെന്ന് ഭയം നമ്മളിൽ തന്നെയുണ്ട്.
നിങ്ങൾ കർത്താവിനോട് നിരന്തരം ഈ വിഷയം തന്നെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹപ്രകാരം യഥാർത്ഥമായുള്ള ഒരു ഉപദേശകനെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സഹായിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ, ആത്മീയ തട്ടിപ്പില്ലാത്ത നല്ലൊരു ഉപദേശം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ നല്ലൊരു ആത്മീയ ഗുരുവിനെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്കത് തരുമല്ലോ. നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി ഒരു മധ്യസ്ഥൻ്റെയും അടുക്കൽ പോകണ്ട എന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ സത്യവചനം പഠിക്കുവാൻ ഒരു ഉപദേശകൻ്റെ ആവശ്യം ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അനുഗ്രഹത്തിന് വേണ്ടി ഒരു ഉപദേശകൻ്റെ അടുക്കൽ പോകണ്ട, എന്നാൽ സത്യവചനം പഠിക്കുവാൻ ഒരു ഉപദേശകൻ്റെ ആവശ്യമാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. റോമർ 8:28 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദുരുപദേശങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാതെ ക്രിസ്തുവിനെക്കുറിച്ച് നല്ലതായി പഠിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ടി വരും. എന്നാൽ കർത്താവിൻ്റെ ഒരു നല്ല സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, പാപത്തിൽ വീഴാതെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ, ആഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുമെന്നും കൂടി കർത്താവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾ ക്രിസ്തുവിനെ അറിയുക എന്നാൽ നന്മയിലേക്ക് തിരിയുന്നു എന്നതിൻ്റെ ആരംഭമാണ്. ഒരാൾ യേശുവിനെ അറിയുന്നത് ആ വ്യക്തിയുടെ നന്മയുടെ തുടക്കമാണ്. എന്നാൽ ക്രിസ്തു വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തികളെ എതിർത്ത് ജയിക്കാനുള്ള അധികാരം കർത്താവിൽ നിന്ന് നമ്മൾ വാങ്ങിയെടുക്കണം. ആ അധികാരം കർത്താവ് തരണമെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീരണം. അതായത് പാപത്തെ ഉപേക്ഷിക്കണമെന്ന് സാർ പറയുകയാണ്. നമ്മുടെ പഴയ സ്വഭാവം കൊണ്ട് പിശാചിനെ എതിർത്ത് ഒന്നും നേടുവാൻ കഴിയില്ല. കർത്താവ് തൻ്റെ ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞു, നിൻ്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ശത്രുവിനെ കീഴടക്കുവാൻ കർത്താവ് തന്ന ഉപദേശം നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുക, അതറിയുവാനായി പ്രാർത്ഥിക്കുക, ക്ഷമയോടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കാത്തിരിക്കുക. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ഒരു ലക്ഷ്യത്തോടെ കാത്തിരിക്കണം, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ക്ഷമയോടെ പ്രാർത്ഥിക്കുക. നിശ്ചയമായും നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിച്ചു തരുമെന്ന് ഉറപ്പോടെ ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി തീരും എന്ന് പറയുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 42:12 യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു എന്നാണ്. ഒരു ദൈവഭക്തൻ്റെ കട്ടത നിശ്ചയമായിട്ടും മാറും. സാത്താൻ നമ്മുടെ നേരെ ദോഷത്തിനായി പോരാടി നമുക്കൊത്തിരി നഷ്ടങ്ങൾ ആത്മീയത്തിൽ വന്നിട്ടുണ്ടായി കാണും. എന്നാൽ ആ നഷ്ടങ്ങളെയെല്ലാം ലാഭമാക്കി കർത്താവ് തരും. സകലതും നന്മയ്ക്കായി കർത്താവ് തീർക്കും. പ്രിയരെ, ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികമായി അനുഗ്രഹിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിലും
സകലത് നന്മയാക്കി തീർക്കും. നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും എതിർത്ത് ജയിക്കാനുള്ള ശക്തിയും കൃപയും അധികാരവും കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ തരുമല്ലോ. ആ സമയം വരെ സകലത് സഹിച്ച് ജയിക്കാൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയല്ലോ. ഏത് പ്രതിസന്ധികൾ വന്നാലും ശക്തിപ്പെടുത്താം എന്ന വാക്ക് പറഞ്ഞവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. സകലവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റാം എന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമീൻ. അനുഗ്രഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്.